ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. കിരൺ പറയാണ്, അച്ഛനും അറിയില്ല ഞാൻ എപ്പോഴാണ് ഇവിടെ വന്നതെന്ന്. ഈ ബഗാസുരനും അറിയില്ല ഞാൻ എപ്പോഴാണ് ഇവിടെ വന്നതെന്ന്. എന്നാൽ എല്ലാം അറിയുന്ന ഒരാളുണ്ടായിരുന്നു, ഇന്നലെ വരെ നമ്മൾ വെറുത്തിരുന്ന ഒരാൾ. പിന്നെ ഉണ്ടായ സംഭവങ്ങളൊക്കെ കിരൺ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് രാഹുലിനോടും രൂപയോടും സേനനോടായിട്ട്. രാഹുലിൻ്റെ എല്ലാ നീക്കങ്ങളും മനസ്സിലാക്കി പ്രകാശൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് വിളിക്കുന്നതും പ്രകാശൻ രാഹുലിനെ ഫോളോ ചെയ്ത് അതിനുശേഷം കിരണിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാണ്. ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് കിരൺ ചോദിക്കുകയാണ്, ഹലോ മോനെ, ഞാൻ പ്രകാശനാണ്. മോനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാനിപ്പോൾ വിളിച്ചത്. മോൻ ശ്രദ്ധയോടെ കേൾക്കണം. മോനെ, കല്യാണിയെയല്ല നിൻ്റെ അച്ഛനെയും അമ്മയുമാണ് രാഹുൽ കൊല്ലാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത്. എന്ത്? അതെ മോനെ, ഞാൻ പറയുന്നത് നീ ഒന്ന് വിശ്വസിക്ക്. ഞാനിപ്പോൾ നിൻ്റെ വീട്ടിലേക്ക് കയറിപ്പോകുന്നത് ഞാൻ കണ്ടു. എങ്കിൽ ഉടനെ ഇങ്ങോട്ട് വരണം. പിന്നെ പ്രകാശൻ ഓട്ടോയിൽ കയറിയിട്ടാണ് വന്നത്. ആ ഓട്ടോനോട് അവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയാണ്. മോനെ, ഞാനിപ്പോൾ വരാം, ഒന്ന് നീ ഇവിടെ വെയിറ്റ് ചെയ്യണേ. അത് പറ്റില്ലേട്ടാ, ഇതുപോലെ ആൾക്കാർ ഓട്ടോ പിടിച്ച് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയാറുണ്ട്. എന്നിട്ട് പോകുന്ന വഴിക്കങ്ങ് പോവും, പിന്നെ ആളെ കാണത്തില്ല. അതുപോലെ ആവില്ലല്ലോ. പ്രകാശൻ അപ്പം തന്നെ പോക്കറ്റിൽ നിന്നും പൈസ എടുത്തിട്ട് കൊടുത്തിട്ട് പറയാണ്, ഇത് വെച്ചോ, വെയിറ്റിങ്ങിന് ഉള്ളതുകൂടി ഇതിലുണ്ട്, ഇതും കൂടി വെച്ചോ. ഓട്ടോക്കാരൻ പറയാണ്, ഏയ് വേണ്ട ചേട്ടനെ, എനിക്ക് വിശ്വാസം. ബഗാസുരൻ നേരെ അസമയം കൊണ്ട് രൂപയുടെ വീട്ടിലേക്ക് കയറി പറ്റുകയാണ്. രൂപയുടെ വീട്ടിൻ്റെ പിന്നാമ്പുറത്ത് പോയിട്ട് അവിടെ ലോക്ക് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് വെച്ച് വെടിവെച്ച് ആ തോക്കിൻ്റെ ലോക്ക് തുറക്കുകയാണ്. എന്നിട്ട് മെല്ലെ അകത്തേക്ക് കയറുകയാണ്. ഇതൊക്കെ പ്രകാശൻ നോക്കി കാണുകയാണ്. ബഗാസുരൻ നേരെ മുകളിലേക്ക് പോയി, അതായത് രൂപയുടെയും സേനൻ്റെയും മുറിയിൽ കയറി ഒളിച്ചിരിക്കാൻ വേണ്ടി. പിന്നെ കാണിക്കുന്നത് അവരുടെ വീട്ടിലേക്ക് കിരണും വരികയാണ്. വണ്ടിയിൽ നിന്നും ഇറങ്ങിയപ്പോൾ തന്നെ പ്രകാശൻ വന്നു അവിടേക്ക്. ഒളിച്ചിരിക്കുകയായിരുന്നല്ലോ പ്രകാശൻ അവിടെ. അപ്പോൾ കിരണിനെ കണ്ടപ്പോൾ തന്നെ വന്നിട്ട് പറയാണ്, മോനെ, നീ വന്നത് നന്നായി, പെട്ടെന്ന് ചെല്ല്. അവൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ട് അകത്തേക്ക് പോയിട്ടുണ്ട്. കിരൺ പിന്നെയും സംശയത്തോടെ ചോദിക്കുകയാണ്, ആ പ്ലാനിങ്ങിൽ താനും പങ്കാളിയാണോ? ഏയ് എന്താ മോനെ, ഇത് ഒരിക്കലും അല്ല. നോക്ക്, ഞാൻ അവൻ്റെ നീക്കങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവനോടൊപ്പം താമസിച്ചത്. ഇന്ന് അവൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ അവൻ്റെ പിന്നാലെ പോവുകയായിരുന്നു. അവൻ്റെ വണ്ടി ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവൻ്റെ ലക്ഷ്യം മോൻ്റെ അച്ഛനും അമ്മയുമാണെന്ന്. എൻ്റെ വണ്ടിയുടെ ബ്രേക്ക് പോയ സമയത്ത് ഞാനും കല്യാണിയും കൂടി നിങ്ങളെ നിരപരാധിയാക്കി. വീട്ടിലെ ക്യാമറയാണ് നിങ്ങളെ രക്ഷിച്ചത്. പക്ഷേ അപ്പോഴും എനിക്കും കല്യാണിക്കൊക്കെ സംശയം ഉണ്ടായിരുന്നു. ബഗാസുരനൊപ്പം ഞങ്ങളെ വകവരുത്താൻ താനും കൂടിയോ വന്നു. പ്രകാശൻ വിഷമത്തോടെ പറയാണ്, മോനെ, എനിക്കിനി അതിന് കഴിയില്ല. എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് മോനെ അങ്ങോട്ട് ചെല്ല്. കിരൺ മനസ്സിൽ ചിന്തിക്കുകയാണ്, അതിന് അച്ഛനും അമ്മയും ഇവിടെ എത്താൻ വഴിയില്ലല്ലോ. മോനെ, വെറുതെ ഓരോന്നും ആലോചിച്ച് നിൽക്കാതെ ചെല്ലും മോനെ. നേരത്തെ കല്യാണിക്ക് അജ്ഞാതമായ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, കല്യാണി ഇന്ന് കൊല ചെയ്യപ്പെടും എന്ന്. അതിൻ്റെ പിന്നിലും അവൻ തന്നെയായിരിക്കും എൻ്റെ അങ്കിൾ. അത് എല്ലാവരുടെയും ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ചെയ്ത പണിയാണെന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ വിളിച്ചപ്പോൾ ഞാൻ വന്നത്. മോനെ, സംശയമല്ല, അതാണ് ശരി. അവൻ നോട്ടമിട്ട് വെക്കുന്നത് മോൻ്റെ അച്ഛനും അമ്മയാണ്. മോൻ്റെ അമ്മയുടെ സ്വത്ത് അത്രമാത്രം സ്നേഹിച്ചവനാണവൻ. അതിന് കിട്ടില്ല എന്ന് അവനറിയാം. അതുകൊണ്ട് അവരോട് പ്രതികാരം ചെയ്യാൻ ഇറങ്ങിയിരിക്കുക. മോനൊന്ന് പെട്ടെന്ന് ചെല്ല്. പിന്നെ കിരൺ ഒന്നും ആലോചിച്ചില്ല, പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോവാണ്. കിരൺ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇയാൾ ഏത് വഴിയാണ് അകത്തേക്ക് കയറിയത്. കിരൺ പിന്നെ ഒരു വിധത്തിൽ അകത്തേക്ക് കയറി. കയ്യിലൊരു ഫ്ലവർ വൈസ് കൊടുത്ത് മുകളിലേക്ക് കയറാണ്. പിന്നെ ഫ്ലവർ വൈസ് അവിടെ ഒരു മൂലയിൽ വെച്ചിട്ട് മുറിയിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോഴാണ് ചാവി താഴെ വീണത്. പൂട്ട് പൊളിച്ചിട്ട് അകത്തേക്ക് കയറിയിരിക്കുക. തോക്കും ഉണ്ട് അവൻ്റെ കയ്യിൽ. മിക്കവാറും അച്ഛൻ്റെയും അമ്മയുടെയും മുറിയിൽ കയറിയിരിക്കാനാണ് സാധ്യത. അതുകൊണ്ട് അവിടെ തന്നെ നിൽക്കാം. കിരണും അതിനകത്ത് കയറിയിട്ട് ചിന്തിക്കുകയാണ്, തൽക്കാലം ഇവിടെ അറിഞ്ഞിരിക്കാം, അതായത് ആരും കാണാതെ അവിടെ നിൽക്കാമെന്ന്. പിന്നെ അച്ഛനും അമ്മയും വരുമ്പോൾ വേണ്ടത് ചെയ്യാം. അപ്പോഴേക്കും സേനൻ മുകളിലേക്ക് കയറി വരികയാണ്. സേനൻ മുറിയിൽ കയറി ലൈറ്റിട്ടു. അപ്പോഴാണ് രാഹുൽ പോക്കറ്റിൽ നിന്നും തോക്കെടുത്ത് കയ്യിൽ പിടിക്കുകയാണ്. സേനൻ കണ്ണട അഴിച്ചു വെച്ച് അതിനുശേഷം ഷർട്ടിൻ്റെ ബട്ടൺസൊക്കെ അഴിക്കുകയാണ്. അപ്പോഴേക്കും രാഹുൽ തോക്കുമായിട്ട് മുന്നിലെത്തി. പേടിച്ച് പിന്നോട്ട് പോയ സേനൻ. അപ്പോഴേക്കും അതിൻ്റെ ഇടയിൽ കിരൺ ചാടി വീണു. എന്നിട്ട് അച്ഛനെ ബെഡിലേക്ക് തള്ളിയിട്ടു. എന്നിട്ട് നേരെ രാഹുലിൻ്റെ കയ്യിലുള്ള തോക്ക് ചവിട്ടിത്തെറിപ്പിക്കുകയായിരുന്നു. പിന്നെ രാഹുലും കിരണും തമ്മിൽ നല്ല യുദ്ധമായിരുന്നു അവിടെ. ഒടുവിൽ കിരൺ പിടിച്ച് ദേഷ്യത്തോടെ തള്ളുകയായിരുന്നു രാഹുലിനെ.
രാഹുൽ ചുമരോടടിച്ച് വീണ് നെറ്റിപ്പൊട്ടി രക്തം വാർന്നു വരികയാണ്. ആ സമയത്താണ് രൂപ അകത്തേക്ക് കയറി വന്നത്. ആദ്യം അച്ഛനെ പിന്നെ അമ്മയെ രണ്ടുപേരെയും കൊല്ലാൻ ഉറപ്പിച്ചു തന്നെയാണ് ഇയാൾ ഇവിടെ വന്നത്. എൻ്റെ അച്ഛനും അമ്മയും ഒരു കാലത്തും ഒന്നിച്ച് ജീവിക്കരുത് എന്ന് പ്രതിജ്ഞയെടുത്തവൻ. കിരൺ പറയാണ്, ഞങ്ങളുടെ കുട്ടിക്കാലത്ത് അത് നടക്കുമായിരുന്നുടാ. പക്ഷേ ഇനി നീ കാണും എൻ്റെ അച്ഛനും അമ്മയും ഒരുപാട് കാലം ഒന്നിച്ച് ജീവിക്കുന്നത്. അപ്പോഴേക്കും രൂപയ്ക്ക് നല്ല ദേഷ്യം വന്ന് രൂപ പറയാണ്, എഴുന്നേൽക്കടാ, എഴുന്നേൽക്ക്. എടാ, ദേഷ്യത്തോടെ സേനനും കിരണും കൂടി എഴുന്നേൽപ്പിക്കുകയാണ്. പിന്നെ രൂപ, നിന്റെ ജീവിതം തീർന്നു. ഇത്രയും നാൾ അമ്മയെന്ന് വിളിച്ചവൾ അമ്മയല്ലെന്ന് തിരിച്ചറിഞ്ഞു. അതിൻ്റെ വേദനയോടെ നടക്കുകയാണ് അവൾ. നിന്റെ മോൾ, അവൾ എല്ലാം തിരിച്ചറിഞ്ഞു. കിരണും പറയാണ്, അവൾ അറിഞ്ഞു തുടങ്ങിയ അമ്മേ മനോഹർ ആരാണെന്ന്. അവളുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ അതാണ് സൂചിപ്പിക്കുന്നത്. അതൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കും എല്ലാവരെയും നശിപ്പിക്കാനായിട്ട് ഇവൻ തുനിഞ്ഞിറങ്ങിയത്. സേനൻ പറയാം. രാഹുൽ പറയാണ്, എന്നെ നിനക്ക് കൊല്ലണമെങ്കിൽ കൊല്ലാം, എന്നാലും നീയൊന്നും സന്തോഷത്തോടെ ജീവിക്കാൻ പോകുന്നില്ല. അമ്മയെയും മോനെയും കൊല്ലാനുള്ളവൻ കാരാഗൃഹത്തിൽ കിടക്കുകയാണ്. അത് കേട്ട് കിരണിന് ദേഷ്യം വരികയാണ്. എടോ, ഇവൻ്റെ തല ഒന്നുകൂടെ ഭിത്തിയിൽ വലിച്ച് ഇടിക്കട്ടെ അച്ഛാ. വേണ്ട എടാ, ഇനി നീ അടിച്ചാൽ ഇവൻ ചത്തുപോകും. നിന്റെ ഇടികൊണ്ട് ചാവാനുള്ള യോഗമൊന്നും ഇവനില്ല. പിന്നെ രൂപ, ഇത്രയൊക്കെ ആയിട്ടും ഇവൻ്റെ സംസാരം കേട്ടില്ലേ? എടാ, കല്യാണി മോളെ കൊല്ലുമെന്ന് പറഞ്ഞ് നീ ശരിക്കും ശ്രദ്ധ തിരിച്ചു വിടുമായിരുന്നു അല്ലേ? അത് കേട്ട് കിരൺ പറയാണ്, അമ്മയുടെ സ്വത്തിനെ മാത്രം സ്നേഹിച്ചവനാണിവൻ. അത് കിട്ടില്ല എന്നറിഞ്ഞതോടെ ഇന്നിവൻ്റെ ഏറ്റവും വലിയ ശത്രു അമ്മയായി. അതുകൊണ്ടാ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അച്ഛനെ അമ്മ കാണണമെന്ന് ഇവൻ ആഗ്രഹിച്ചത്. അത് കണ്ടു നിൽക്കുമ്പോൾ തന്നെ അമ്മയെയും കൂടി പറഞ്ഞു വിടാനാ ഇവൻ തോക്കുമായിട്ട് ഇവിടെ എത്തിയത്. പിന്നെ കിരൺ രാഹുലിന് നേരെ തോക്ക് ചൂണ്ടിയിട്ട് പറയാണ്, എടോ, നിനക്ക് മരണഭയം ഉണ്ടോടാ? ഞങ്ങൾക്ക് അതില്ല. എല്ലാം നഷ്ടപ്പെട്ടു എന്നറിഞ്ഞിട്ടും ഞാൻ കാഞ്ചി വലിക്കുമോ എന്നുള്ള ഭയത്തോടെയാണ് നീ ഇപ്പം നോക്കുന്നത്. എടാ, നടക്കടാ അങ്ങോട്ട്, നിന്നെ കൊണ്ടുപോകാനുള്ള വാഹനം ഇപ്പോൾ എത്തും. നടക്കടോ അങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞ് കിരണും സേനനും വലിച്ചിഴച്ചു കൊണ്ടുപോവാണ് രാഹുലിനെ. അപ്പോഴേക്കും രാഹുലിനെ കൊണ്ടുപോകാനുള്ള പോലീസ് ജീപ്പ് എത്തി. അങ്ങോട്ട് ഇറങ്ങടാ എന്ന് പറഞ്ഞ് പോലീസിൻ്റെ അടുത്ത് തള്ളിയിട്ട് കൊടുക്കുകയാണ് രാഹുലിനെ. ചന്ദ്രസേനൻ പറയാണ്, എന്നെയും എൻ്റെ ഭാര്യയെയും കൊല്ലാനായിട്ട് വീടിനകത്ത് ഒളിച്ചിരുന്നവനാ ഇവൻ. വെടിവെക്കുന്നതിന് മുമ്പ് തള്ളി മാറ്റിയപ്പോൾ തല ഭിത്തിയിൽ ഇടിച്ചു. ചോര കുറേയൊക്കെ വാർന്നു പോയിട്ടുണ്ട്. അതൊക്കെ കേട്ട് പോലീസ് പറയാണ്, നടക്കടാ ഇങ്ങോട്ട്. രൂപയും പറയാണ്, നോക്കാതെ നടക്കടാ. പിന്നെ പോലീസ് ദേഷ്യത്തോടെ പറയാണ്, അങ്ങോട്ട് മാറി നിൽക്കടാ. എല്ലാം കഴിഞ്ഞ് പിന്നീടാണ് പ്രകാശൻ അങ്ങോട്ടേക്ക് വരുന്നത്. പ്രകാശൻ അങ്ങോട്ടേക്ക് വരുന്നത് കണ്ട് രാഹുൽ നോക്കുകയാണ്. പ്രകാശനെ കണ്ട് പോലീസ് ചോദിക്കുകയാണ്, ഇവനെന്താ ഇവിടെ? അപ്പോൾ കിരൺ, അയാൾ കുഴപ്പമൊന്നും ഉണ്ടാക്കിയിട്ടില്ല സാർ. അയാൾ കാരണമാണ് എൻ്റെ അച്ഛനും അമ്മയും രക്ഷപ്പെട്ടത്. പിന്നെ പോലീസ് രാഹുലിനെ കാണിച്ചിട്ട് പറയാണ്, പിടിച്ച് കയറ്റടോ. രാഹുൽ വണ്ടിയിൽ കയറാൻ നേരം നോക്കുകയാണ്, പ്രകാശനെ തന്നെ നോക്കുകയാണ്. പ്രകാശൻ ഒറ്റ കൊടുത്തത് ഓർത്തിട്ട് രാഹുലിൻ്റെ നോട്ടം കണ്ടിട്ട് രൂപ പറയാണ്, അവൻ്റെ നോട്ടം കണ്ടില്ലേ? പിന്നെ സേനൻ പറയാണ്, ഇതേ വീട്ടുമുറ്റത്ത് വെച്ചാ എന്നെ ഇവൻ ആട്ടിയിറക്കിയത്. അതിന് പകരം നമ്മൾ ഇതിനു മുമ്പേ ആട്ടിയിറക്കി. ഇപ്പോൾ ഇതുമായി. രൂപ, അതൊന്നും പോരെ ചന്ദ്രേട്ടാ. അവൻ ചെയ്ത തെറ്റിന് അവനെ കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവൻ രക്ഷപ്പെടരുത്. പിന്നെ പ്രകാശൻ കിരണിനോട് പറയാണ്, ഞാൻ പറഞ്ഞത് സത്യമല്ലേ മോനെ? വലിയൊരാപത്ത് ഒഴിഞ്ഞില്ലേ ഇപ്പോൾ? ഞാൻ അവനോടൊപ്പം കൂടിയതും അവനോട് അടുപ്പം കാണിച്ചതും അവൻ്റെ നീക്കം മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു. അതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ അവനൊപ്പം നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി കൂടിയതാണെന്ന്. ഇപ്പോഴെങ്കിലും എന്നെ വിശ്വാസമായല്ലോ. കല്യാണി മോളെ ഇന്ന് കൊല്ലും എന്നാണ് അവൻ മെസ്സേജ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ കല്യാണിയെ കൊല്ലാനായിട്ട് അവൻ പോയിരുന്നെങ്കിൽ താൻ ഇതുപോലെ മോളെ രക്ഷിക്കുമായിരുന്നോ? അപ്പോൾ രൂപ, വേറൊന്നും കൊണ്ടല്ല, മോളാണല്ലോ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു. ആയിരുന്നു. മനസ്സിന് ഇരുട്ട് പിടിച്ചിരുന്ന കുറച്ച് സമയമുണ്ടായിരുന്നു. ആ സമയങ്ങളിൽ അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ മാറി. ദൈവം എന്നെ മാറ്റി. അയ്യോ, അത് ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പം വിശ്വസിക്കുന്നുണ്ടാവില്ല. കാരണം ഞാൻ അങ്ങനെയായിരുന്നല്ലോ. ഇപ്പം എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ മോനെ, നിങ്ങളുടെ ആരുടെയും ദേഹത്ത് ഒരു പോറൽ പോലും ഏൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് എന്താപത്ത് വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ. പിന്നെ പ്രകാശൻ പറയാണ്, സാറിനൊരു കാര്യം അറിയോ സാറേ? എൻ്റെ പെൺമക്കൾ ഒരു ദിവസം അച്ഛ എന്ന് വിളിക്കുന്ന ആ വിളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ് ഞാൻ. ആ പെൺമക്കൾക്ക് താൻ അവരുടെ അച്ഛനാണെന്ന് പറയുന്നത് കുറച്ച് നാൾ മുമ്പ് വരെ അവർക്ക്
അപമാനമായിരുന്നില്ലേ? ശരിയാ, അത് മനസ്സ് മുഴുവൻ ഇരുട്ടുള്ളൊരു പ്രകാശൻ. പക്ഷേ ഇപ്പോൾ ഞാനെല്ലാം പഠിച്ചു സാറേ. മരിക്കുന്നതിന് മുമ്പ് എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം മോനെ. ഞാൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. പ്രകാശൻ പറയുന്നത് മുഴുവൻ കേട്ട് നിൽക്കുകയാണ് ചന്ദ്രസേനനും രൂപയും അതേപോലെ തന്നെ കിരണും. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും സീ യു ഓൾ.